കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ദൈനംദിന വിവാദ കാലമാണല്ലോ. വാർഷിക വിവാദവും പ്രതിമാസ വിവാദവും പ്രതിവാര വിവാദവും ഒക്കെ പോയി ഇപ്പൊ പ്രതിദിന വിവാദങ്ങൾ, പ്രതിനാഴിക പ്രതിസമയ വിവാദങ്ങളൊക്കെ ആവുന്നു. അവിടെ ചാനലുകാർ വരെ പറയുന്നൊരു വർത്തമാനമുണ്ട്. എന്താ, ഇവിടെയുള്ള സുന്നികളെ നവീകരിക്കേണ്ടത് ഈ നാടിന്റെ വികസനത്തിന്റെയും പുരോഗതിയുടെയും ആവശ്യമാണ്. പക്ഷെ നമ്മളല്ല ഈ നാടിനെ ഉണ്ടാക്കിയത്. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശമുള്ളത് കൊണ്ടല്ലേ ഈ നാട് ബാക്കിയായത്. സ്വാമിമാർക്കൊപ്പം സൂഫിമാർ ചേർന്നത് കൊണ്ടല്ലേ. ഇപ്പൊ മലയാളം അതിനു മുമ്പോ അതിനു ശേഷമോ കാണാത്ത ഏറ്റവും പ്രതിപാദനനായ മലയാളി, ഏറ്റവും പ്രതിപാദനനായ മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ നിസ്സംശയം ഏറ്റവും ചുരുങ്ങിയത് 10 മാറുന്ന ഷുജായി മൊയ്ത് മുസ്ലിയാർ. നിങ്ങൾക്കും നമുക്കും അതിൽ തർക്കമില്ലല്ലോ. പേർഷ്യൻ ഭാഷയിൽ ഗ്രന്ഥം എഴുതിയ ഏക മലയാളി, മലയാളേതര ഭാഷയിൽ ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററി എഴുതിയ ഏക മലയാളി, പൂന്താനം നമ്പൂതിരിക്ക് പോലും കാവ്യരചനയുടെ ബിംബങ്ങൾ കൊടുത്ത സർഗാത്മകനായ ദാർശനികനായ മലയാളി. ഷുജായിയുടെ കവിതകളുടെ സ്വാധീനം കേരളത്തിൽ എത്ര ഹൈന്ദവ സന്യാസിമാരെ, എത്ര ഹൈന്ദവ മുനിമാരെ ചിന്തിപ്പിച്ചു, പ്രചോദിപ്പിച്ചു. കുഞ്ഞായി മുസ്ലിയാരുടെ സംഭാവനകൾ, ഖാദിരിയ ത്വരീഖത്തിന്റെ ശൈഖായ കുഞ്ഞായി, തലശ്ശേരി സൈദാർ പള്ളിക്കാരനായ കുഞ്ഞായി മുസ്ലിയാർ, അദ്ദേഹത്തിന്റെ കപ്പൽ പാട്ടെന്ന കപ്പപ്പാട്ട്, ഷിപ്സോ, ഒരു കാലഘട്ടത്തിൽ മലയാളത്തിന്റെ സർഗാത്മക സംഭാവനയായി വൈദേശിക ലോകം വാഴ്ത്തിയ കൃതിയാണ് നമ്മുടെ സബീനയിലുള്ള ഈ കപ്പപ്പാട്ട്. അംഗീകരിക്കപ്പെട്ടു, ആദരിക്കപ്പെട്ടു. അനുമോദന കമ്മിറ്റിയും ഫ്ലക്സ് കമ്മിറ്റിയും ഒക്കെ ഇപ്പൊ അടുത്ത് വന്നത് കൊണ്ടാണ്. അതൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞായിൻ മുസ്ലിയാർക്കും ഷുജായി മൊയ്ത് മുസ്ലിയാർക്കും കേരളം അവാർഡ് കൊടുത്ത് തീരില്ലായിരുന്നു. ഈ അറ്റം മുതൽ ആ അറ്റം വരെ. അങ്ങനെ പിന്നീട് രണ്ടുപേരെ മലയാളം പ്രസവിച്ചിട്ടില്ല. ഷുജായിയുടെയും കുഞ്ഞായിൻ മുസ്ലിയാരുടെയും ചെരുപ്പെടുക്കാൻ മാത്രം യോഗ്യതയുള്ള സാഹിത്യകാരന്മാർ പോലും, ദാർശനിക സാഹിത്യകാരന്മാർ പിന്നീട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഒരു വിഭാഗത്തിൽ. അവരുടെ വഴി ഏതാണ്? ഈ തലേക്കെട്ടുകാരെ കൊണ്ട് തോറ്റു എന്നാണ് പുതിയ കമന്റുകൾ. മലയാളത്തെ നിർമ്മിച്ചത് തലേക്കെട്ടുകാരാണ്. ഇവിടെയുള്ള ഹൈന്ദവ ക്രൈസ്തവ ബഹുമത സമൂഹത്തിന്, എന്തിനേറെ നിരീശ്വരവാദികൾക്ക് പോലും മാനുഷികമായി വിശ്വാസമുണ്ടായിരുന്ന മുസ്ലിം പ്രതീകങ്ങൾ തൊപ്പിയും തലേക്കെട്ടും തന്നെയാണ്. ആയിരുന്നു, ആണ്, ആകും എന്നും നിസ്സംശയം. കാരണം അവർ കുഴപ്പക്കാരല്ല എന്ന് പൊതുസമൂഹത്തിനറിയാം. അവരെ ആശയത്തിനാണ് കാവൽ നിൽക്കുന്നത്, ആയുധത്തിനല്ല എന്ന് പൊതുസമൂഹത്തിനറിയാം. തലേക്കെട്ടുകാർ കേരളത്തിൽ സംസാരിക്കുന്നത് ആശയത്തിന് വേണ്ടിയാണ്. തലേക്കെട്ടുകാർ കേരളത്തിൽ പ്രബോധനം ചെയ്യുന്നത് ആശയത്തിന്റെ സമാധാനമാണ്, ആയുധത്തിന്റെ സമാധാനമല്ല എന്ന് പൊതുസമൂഹത്തിനറിയാം. ഈ തലേക്കെട്ടുകാരെ കൊണ്ട് കേരളം തോൽക്കുകയല്ല, കേരളം ജയിക്കുകയാണ് ചെയ്തത്. ചരിത്രത്തിൽ, വർത്തമാനത്തിൽ നിസ്സംശയം ചരിത്രം പരിശോധിക്കാമല്ലോ. മഹ്ദൂം കുടുംബം പൊന്നാനിയിൽ വന്നത് മുതലുള്ള ചരിത്രം നമുക്കൊക്കെ അറിയാം. പക്ഷേ പ്രവാചകന്റെ കാലഘട്ടം മുതൽ മഹ്ദൂം കാലഘട്ടം വരെയുള്ള ഇസ്ലാം, അതിനാരാ കാവൽ നിന്നത്? കേരളത്തിലെ എല്ലാ ചരിത്ര പുസ്തകങ്ങളും പരിശോധിച്ചാൽ ആരാണ്? തരിശാപ്പള്ളി ശാസന, ഇബ്നു ബത്തൂത്ത രേഖ, അൽ ബറൂനി രേഖ, ഇബ്നു റുഷ്ദ് രേഖ, ഇബ്നു മസ്ഊദി രേഖ, റഷീദുദ്ദീൻ രേഖ. ആ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ കേരളത്തിലെ സൂഫികളായിരുന്നു. കോഴിക്കോട്ടെ ഷെയ്ഖ് ശിഹാബുദ്ദീൻ കാസറൂനി, ഹസനുൽ മസ്താൻ, ഇബ്നു സിത്ത, ഹസനുൽ മഴബരി, മംഗലാപുരത്തെ ബഡ്കലിലെ, പന്തറീനയിലെ, ഏഴിമലയിലെ, കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇസ്ലാം ആരംഭിച്ച നാടുകളിൽ സൂഫികളുടെ ഖാൻഗാഹുകളും പർണശാലകളും അവരുടെ ഹൽക്കകളുമൊക്കെ ചേർന്നുകൊണ്ടാണ് നബികാലത്തെയും നമ്മുടെ കാലത്തെയും മുറിഞ്ഞു പോകാത്ത ആശയ ബന്ധം കൊണ്ട് കോർത്തിണക്കിയ നൂലുകൾ നെയ്യപ്പെട്ടത് എന്ന് വ്യക്തമായ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. ഷിഹാബുദ്ദീൻ കാസറൂനിയുടെ സംഭാവന ഇല്ലായിരുന്നുവെങ്കിൽ കോഴിക്കോട്ടങ്ങാടിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാക്കിയാകുമായിരുന്നില്ല. നമ്മൾ ചരിത്രത്തിൽ
കണ്ണു നട്ടുകൊണ്ടാണ് ഭാവിയിലേക്ക് നാം നോക്കേണ്ടത്. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുകയല്ല. ഉലമാ മുന്നോട്ട് വെക്കുന്ന സംസ്കാരം, സൂഫികൾ മുന്നോട്ട് വെക്കുന്ന സംസ്കാരം, ആ ഇസ്ലാമിനാണ്, ആ വീക്ഷണത്തിനാണ് ഈ നാടിനെയും ഈ മണ്ണിനെയും ഈ സമൂഹത്തെയും നയിക്കുവാനുള്ള പ്രാപ്തിയുള്ളത്. കേവലം അതൊരു അവകാശവാദമല്ല. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുന്നോട്ട് വെക്കുന്നത് ആത്മീയവാദമാണ്. ആത്മീക പ്രസ്ഥാനം എന്നുള്ളതൊരു ഭംഗി വാക്കല്ല. നമ്മൾ ആത്മീക പ്രസ്ഥാനത്തിന്റെ ആത്മീക പ്രഭാഷകരും ആത്മീക പ്രവർത്തകരുമാണ്. ആ ഐഡന്റിറ്റിയാണ് നമ്മുടെ മുദ്ര. വിരോധങ്ങളില്ലാത്ത, വിദ്വേഷങ്ങളില്ലാത്ത, വാശിയില്ലാത്ത, പ്രതികാരങ്ങളില്ലാത്ത, പകയില്ലാത്ത, പരിഹാസമില്ലാത്ത, സംയമനത്തിന്റെ, ആശയത്തിന്റെ വാക്താക്കളാണ് നാം. അതല്ലാത്ത ഒന്നുമല്ല നാം. അതല്ലാത്തത് എന്തോ നമ്മളായാൽ നമ്മൾ നമ്മളല്ലാതെ അത് മാത്രമാണ് നമ്മുടെ പ്രസക്തി. ആത്മീയത മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, അത് മാത്രമേ ആധുനികത മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ മറികടക്കുവാൻ മാത്രം പര്യാപ്തമായിട്ടുള്ളൂ. ഇപ്പൊ നോക്കൂ, ലിബറലിസമായാലും നാസ്തികതയായാലും സ്വതന്ത്ര ചിന്തയായാലും വ്യക്തി സ്വാതന്ത്ര്യവാദമായാലും ഇനി പേരില്ലാത്ത ഏതെങ്കിലും അരാജക താന്തോന്നി ജീവിതമായാലും അതൊക്കെ മുന്നോട്ട് വെക്കുന്ന മാക്സിമം ജീവിത ലക്ഷ്യം എന്താണ്? ഹാപ്പിനെസ്, ചിയർഫുൾനെസ്, കളർ വൈബ്. ഒറ്റവാക്കിന് പറഞ്ഞാൽ ഒരു അടിച്ചാമ്പൊളി ജീവിതം ഉണ്ടാകും. ഇതാണ് ആധുനികതയുടെ എല്ലാ ഫ്രെയിമുകളും മുന്നോട്ട് വെക്കുന്ന ജീവിത വീക്ഷണം. ഇതിനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ നമ്മൾ ഗോത്രകാല ജീവികളാവുന്നു. വാസ്തവത്തിൽ ഈ ആധുനികത ജീവിത വീക്ഷണത്തിന്റെ മറുപുറം ആത്മീക ജീവിത വീക്ഷണമാണ്. അതിന്റെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇത് നൈമിഷികമായ ഒരു വികാരമാണ്. സന്തോഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആനന്ദം, ആമോദം, ത്രില്ല്, വൈബ്, രസം, ആമോദം എന്ത് പേരിട്ടാലും അതൊക്കെ ആവേശത്തിൽ തുടങ്ങി അവശതയിൽ തീരുന്ന, തിടുക്കത്തിൽ തുടങ്ങി മടുപ്പിൽ അവസാനിക്കുന്ന, സുഖത്തിൽ തുടങ്ങി അസുഖത്തിൽ അവസാനിക്കുന്ന താൽക്കാലികമായ രസങ്ങളാണ്. പക്ഷേ ആത്മീയത മുന്നോട്ട് വെക്കുന്നത് ഹാപ്പിനെസ് അല്ല, താൽക്കാലിക രസമല്ല, മറ്റു രണ്ട് കൺസെപ്റ്റുകളാണ്. ഏതാണ് ആ മറ്റു രണ്ട് സങ്കല്പങ്ങൾ? സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ട്രാങ്കുലിറ്റി. ഇതാണ് സ്പിരിച്വാലിറ്റി. മോഡേണിറ്റി മുന്നോട്ട് വെക്കുന്നത് ഹാപ്പിനെസ് ആണെങ്കിൽ, ആധുനികത മുന്നോട്ട് വെക്കുന്നത് നൈമിഷികാസ്വാദനവാദമാണെങ്കിൽ, ഇസ്ലാമിന്റെ ആത്മീയത മുന്നോട്ട് വെക്കുന്നത് നൈമിഷികാസ്വാദനമല്ല, സാറ്റിസ്ഫാക്ഷനാണ്. സംതൃപ്തി എന്ന് പറയുന്ന ഉദാത്തമായ ഒരു വികാരമാണ്. ട്രാങ്കുലിറ്റി എന്ന് പറയുന്ന ഉദാത്തമായ പ്രശാന്തി എന്ന് പറയുന്ന, തുമഅനീനത്ത് എന്ന് പറയുന്ന ഒരു വികാരമാണ്. എന്താ വ്യത്യാസം? മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് പ്രിയപ്പെട്ടത് കൊടുക്കുമ്പോൾ കിട്ടുന്ന സാധനമാണ് സാറ്റിസ്ഫാക്ഷൻ. അതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് ഗുണം കിട്ടാൻ പോകുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള മൂലധനം, അമൂല്യമായ മൂലധനം ടൈം ഈസ് ലൈഫ്, സമയമാണ്. അപ്പൊ ആത്മീയത മുന്നോട്ട് വെക്കുന്നത് നീ നിന്റെ സമയം മറ്റുള്ളവർക്ക് വേണ്ടി നീക്കിവെക്ക്. ഒരു നാട്ടിൽ പ്രളയമുണ്ടായാൽ, ഭൂകമ്പമുണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് നീ ചെല്ല്. വർഗീയ കലാപങ്ങൾ ഉണ്ടായാൽ റെസ്ക്യൂ ഓപ്പറേഷൻസുമായി നീ മുമ്പിൽ പോയി മാതൃക കാണിക്കുക. വയ്യാതായി ആരെങ്കിലും റോഡിൽ കിടക്കുന്നുണ്ടെങ്കിൽ, നടക്കുന്നുവെങ്കിൽ ലിഫ്റ്റ് കൊടുത്ത് ആശുപത്രിയിൽ എത്തിക്കുക. നീ നിന്റെ തിരക്കുകൾ മാറ്റിവെക്ക്. ഇതാണ് മതം, ഇതാണ് ഇസ്ലാം. കേരളത്തിൽ ഈ ആധുനികത സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും ഈ പറയുന്ന സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങളോ എക്സ് ഇസ്ലാം പ്രസ്ഥാനങ്ങളോ യുക്തിവാദ നാസ്തിക ലിബറൽ പ്രസ്ഥാനങ്ങളോ ഒരു തക്കാളിപ്പെട്ടിയെങ്കിലും ഡൊണേഷൻ കൊടുത്ത ചരിത്രമോ ബാനറോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പ്രളയങ്ങൾ എത്രയുണ്ടായി? ഭൂകമ്പങ്ങൾ എത്രയുണ്ടായി? വിഷയങ്ങളും ദുരിതങ്ങളും ആദികളും പ്രശ്നങ്ങളും ഒക്കെ എത്രയുണ്ടായി? ദുരിതാശ്വാസ ക്യാമ്പിൽ വലതുപക്ഷ നാസ്തികരോ ഇടതുപക്ഷ നാസ്തികരോ എസൻസോ എക്സ് ഇസ്ലാമിസ്റ്റുകളോ ആരും
അറ്റ് മിനിമം ലെവൽ ഒരു തക്കാളിപ്പെട്ടി പോലും കൊടുത്തിട്ടില്ല. ഒരു മെഡിക്കൽ കോളേജിലും ഒരു സർക്കാർ ആശുപത്രിയിലും ഏതെങ്കിലും ഒരു നേരം ഒരു പാട്ട കഞ്ഞി വെള്ളം വെറുതെ കൊടുക്കുന്ന ഒരു സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായിട്ട് വേണം. നിലവിലില്ല. മതപ്രസ്ഥാനങ്ങളാണ് മുൻപന്തിയിൽ മുസ്ലിം പ്രസ്ഥാനങ്ങളാണ്. പക്ഷെ അവർക്ക് ആ ബോധം എവിടെ നിന്ന് കിട്ടി? അപ്പൊ അവര് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഞങ്ങൾ സർക്കാരിന്റെ ഫണ്ടിലാണ് കൊടുക്കുക. എക്സ് ഇസ്ലാമിസ്റ്റുകളൊക്കെ കൂടുതൽ പറയുന്നൊരു ന്യായീകരണമാണ്. സർക്കാരിന്റെ ഫണ്ടിൽ ഇവർ കേരളത്തിൽ ആകെ എത്രയുള്ളത്? 100 ആൾ എടുത്താൽ അതിൽ ഒരാളില്ല. 1000-ന് അര ഉണ്ടോ എന്നുള്ളത് ഇനിയും ഗവേഷണം ചെയ്ത് കണ്ടുപിടിക്കണം. ഉണ്ടാവില്ല. 10,000-ൽ അര ഉണ്ടാകും. ഗവൺമെന്റ് ഫണ്ടിന് കൊടുക്കുന്നത് പള്ളിയിൽ നിന്ന് പിരിവെടുക്കുന്നവർ തന്നെയാണ്. മതവിശ്വാസത്തെ തള്ളാനെന്ന മാർഗം സാധ്യമല്ല. ഇവിടെ കേരളത്തിലെ ജുമാ മസ്ജിദുകളിൽ മാത്രം നടക്കുന്ന, മുസ്ലിം പള്ളികളിൽ മാത്രം കാണുന്ന അത്ഭുതകരമായ ഒരു ദൃശ്യമുണ്ട്. വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം പള്ളിയിലെ ഖത്തീബ് ഈ പരിപാടി ശ്രദ്ധിക്കുകയോ വീക്ഷിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യുന്ന ബഹുമത ഇതര പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളോ ബഹുവന്നരായ ക്രമസമാധാന പാലകരോ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ ശ്രദ്ധയിലേക്ക് വിനയാന്വിതമായി നമുക്ക് ഉണർത്താം. എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമാക്ക് ശേഷം ഖത്തീബ് സലാം വീട്ടിയതിനു ശേഷം അല്ലെങ്കിൽ പ്രധാന പ്രാർത്ഥനകൾ ഉരുവിട്ടതിനു ശേഷം ഖത്തീബ് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഇന്നത്തെ കളക്ഷൻ, ഇന്നത്തെ പിരിവ് ഒരു അമുസ്ലിം സഹോദരന് വേണ്ടിയാണ്, അല്ലെങ്കിൽ സഹോദരിക്ക് വേണ്ടിയാണ്. എന്നാൽ ഇന്ന് രോഗമാണ് പ്രശ്നം, വീടില്ലാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന എല്ലാവരും അകമഴിഞ്ഞുകൊണ്ട് സംഭാവനകൾ ചെയ്യണം. കമ്മിറ്റിയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ട് കളക്ട് ചെയ്യാൻ അവിടെ എന്ന് ഖത്തീബുമാർ പറയുന്നതല്ല അത്ഭുതം. ഖത്തീബുമാർ പറയുമ്പോ ഏതെങ്കിലും ഒരു വിശ്വാസി അതെന്തിനാണ് എന്ന് ആലോചിച്ചുകൊണ്ട് നെറ്റിച്ചൊളിക്കുകയോ മുഖം വികൃതമാക്കുകയോ ചെയ്യാതെ ഇത് തന്നെയല്ലേ നമ്മുടെ ജോലി എന്ന് മനസ്സിലാക്കിയാണ് അതിന്റെ കൂടെ നിൽക്കുന്നത്. ആ സംസ്കാരം ഇവിടെ ഉണ്ടാക്കിയത് തലേക്കെട്ടുകാരുണ്ടാക്കിയ സംസ്കാരമാണ്, സൂഫികൾ ഉണ്ടാക്കിയ സംസ്കാരമാണ്. അത് എക്സ് ഇസ്ലാമിസ്റ്റുകൾക്ക് മനസ്സിലാവില്ല, അവർക്കൊന്നും മനസ്സിലാവാത്തതുപോലെ. ഉസ്താദുമാരെ മാത്രം റോസ്റ്റ് ചെയ്യാൻ കുറെ പേരുണ്ട്. ഞാൻ ഓരോരുത്തർക്കും മറുപടി പറഞ്ഞ് അവർക്ക് കൂടുതൽ നമ്മുടെ വക ഈ മഹത്തായ വേദിയിൽ 2 വാക്ക് സമയം കൂടുതൽ നീക്കി വെക്കുകയല്ല. പക്ഷെ ഏറ്റവും ചുരുങ്ങിയതെന്ന് ആലോചിച്ച് നോക്കൂ, എക്സ് ഇസ്ലാം എന്ന് പറയുന്ന പദം തന്നെ എത്ര മലിനമാണ്, ബുദ്ധിദോഷമാണ്, ബുദ്ധിദൂഷ്യമാണ്. എക്സ് MLA, എക്സ് MP എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അനുഭവിച്ച നല്ല കാര്യത്തിന്റെ വാലിഡിറ്റിയും കാലാവധിയും കഴിയുമ്പോ അതിന്റെ ഓർമ്മക്ക് ബാക്കിയാവുന്ന ഒരു നല്ല ഡെസിഗ്നേഷന്റെ കൂടെയാണ് എക്സ് വരാറുള്ളത്. MP സ്ഥാനം ഒരു 5 കൊല്ലം നല്ലൊരു ടേം ആയിരുന്നു, കുറെ സാധാരണക്കാർക്ക് ഉപകാരം ചെയ്യാൻ പറ്റി. ആ ഓർമ്മയിൽ എക്സ് MP, എക്സ് MLA, എക്സ് വാർഡ് മെമ്പർ, ഒരു നല്ല കാലത്തിന്റെ ഓർമ്മയിലാണ് എക്സ് വരാറുള്ളത്. ഇവരെന്തുകൊണ്ടാണ് ഇസ്ലാം വിട്ടത്? ഇസ്ലാം മോശമായതുകൊണ്ട്, മുസ്ലിങ്ങൾ നല്ലവരല്ലാത്തവരായതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ എക്സ് ഇസ്ലാം, എക്സ് മുസ്ലിം എന്ന് പറയുന്നത്? ബിരിയാണിയെ സംബന്ധിച്ച് ആരെങ്കിലും, അല്ലെങ്കിൽ കാഷ്ടത്തെ സംബന്ധിച്ച് ആരെങ്കിലും എക്സ് ബിരിയാണി എന്ന് പറയാറുണ്ടോ? ഒരു ചർദലിനെ സംബന്ധിച്ചുകൊണ്ട് ആരെങ്കിലും എക്സ് പായസം എന്ന് പറയാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ഒരു മോശം കാര്യത്തിന്റെ കൂടെ അത് വെക്കില്ല. ഒരു ടെർമിനോളജിയിൽ ഒരു പ്രയോഗം നടത്തുമ്പോ അതിനൊരു സംഗതം, അതിനൊരു സാങ്കത്യം ഉണ്ടായിരിക്കേണ്ട, അത് സംഗതമായിരിക്കണം. അപ്പൊ ഞാൻ ആ ഭാഗം വിശദീകരിക്കുകയല്ല. ലോകത്ത്, ഭൂമിയിൽ, നമ്മുടെ സമൂഹത്തിൽ സ്വന്തത്തിനോ അപരർക്കോ ഒരു ഉപകാരവുമില്ലാത്തൊരു പ്രത്യയശാസ്ത്രമാണ് മതം വിട്ടിട്ടും മതത്തിൽ ഒട്ടിപ്പോയ ഈ താൻപോരിമ വിഭ്രാന്തിക്കാരായിട്ടുള്ള ഒരു ചെറിയ ന്യൂനപക്ഷം. അവരുടെ താളത്തിനത്ത് തുള്ളുന്നുണ്ട് പലരും. അതൊന്നും വിലപ്പോവില്ല എന്നല്ല നമ്മൾ പറയുന്നത്. ഈ സമൂഹത്തിന്റെ ഭദ്രതക്ക് അത് കനത്ത ആഘാതമേൽപ്പിക്കും. 1-ാം ഘട്ടത്തിലും 2-ാം ഘട്ടത്തിലും 3-ാം ഘട്ടത്തിലും നമ്മൾ അപരിഷ്കൃതരായിരിക്കും. പക്ഷെ 4-ാം ഘട്ടത്തിൽ നമ്മൾ പറയുന്നതായിരിക്കും ശരി. ഇപ്പൊ ഇന്നലെയല്ല, ഇന്ന് നമ്മൾ വായിച്ചൊരു ന്യൂസ് ഉണ്ട്. എന്താ? അമേരിക്കയിലെ ഒരു പൈലറ്റ്, ട്രാൻസ്ജെൻഡർ പൈലറ്റ്, അദ്ദേഹത്തിന്
പുതിയ ട്രംപ് ഭരണകൂടം അദ്ദേഹത്തിന് മെയിൽ കോളത്തിൽ എഴുതി പുരുഷനാക്കി കളഞ്ഞു. ട്രാൻസ്ജെൻഡർ എന്ന പട്ടികയിൽ എഴുതാൻ തയ്യാറായില്ല. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപാട് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്, അമേരിക്കയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഇനി നിയമാനുമതിയില്ല, ഇനി ഇവിടെ പുരുഷന്മാരും സ്ത്രീകളുമേ ഉള്ളൂ, ട്രാൻസ്മാനും ട്രാൻസ് വുമണുമില്ല. റഷ്യയിലത് നേരത്തെ വന്നു, പല യൂറോപ്യൻ രാജ്യങ്ങളിലും. ട്രാൻസ്ജെൻഡേഴ്സിനെ ജനാധിപത്യപരമായി സംവാദാത്മകമായി ഉൾക്കൊള്ളുന്ന കേരളത്തിലെ നമ്മളെപ്പോലെയുള്ള വിഭാഗത്തെ അപരിഷ്കൃതർ, ഗോത്രകാല ജീവികൾ എന്ന് പരിഹസിക്കുന്ന കേരളത്തിലെ ഏതെങ്കിലും പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനക്കാരോ ഏതെങ്കിലും മീഡിയക്കാരോ അമേരിക്കയിലെയും യൂറോപ്പിലെയും റഷ്യയിലെയും ചൈനയിലെയും മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? SKSF ഈ വിഷയത്തിലൊക്കെ കൃത്യമായ നിലപാടുണ്ട്. ഇതാണ് നമ്മുടെ ആദർശം. ലോകം നമ്മളിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടാണ് ശരിയെന്ന് വരുന്നു. ഏറ്റവും ശക്തമായ ഇരുമ്പലക്ക പോലെയുള്ള നിയമങ്ങൾ ഉള്ളത് എവിടെയാണ്? മതം പാടില്ല എന്ന് പറയുന്ന രാഷ്ട്രങ്ങളിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ വധശിക്ഷ നടക്കുന്ന രാജ്യം ചൈനയാണ്. നിവൃത്തിയില്ല, ക്രിമിനൽസും അവരുടെ ക്രൈംസും കൊണ്ട് യാതൊരു രക്ഷയുമില്ല. ഏറ്റവും കൂടുതൽ ഡെത്ത് പെനാൾട്ടി, തൂക്കിക്കൊല്ലലും വെടിവെച്ച് കൊല്ലലും നടക്കുന്നത്, പോയിസൺ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് കൊലകൾ നടക്കുന്നത് ചൈനയിലാണ്. മറ്റേ രാജ്യം ഉത്തര കൊറിയ. കഴിഞ്ഞ കൊല്ലമോ അതിന്റെ തൊട്ട് മുമ്പത്തെ കൊല്ലമോ ആണെന്ന് തോന്നുന്നു. ഫെബ്രുവരി 10 മുതൽ ഒരു 4-5 ദിവസം അവിടെ ചിരിക്കാനോ കരയാനോ പോലും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ചിരിച്ചു എന്ന് തെളിഞ്ഞാൽ ശിക്ഷ, കരഞ്ഞു എന്ന് തെളിഞ്ഞാൽ ശിക്ഷ. വളരെ വിചിത്രമായ നിയമങ്ങളോ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഫിൻലാൻഡിലാണ്. എല്ലാം മതരഹിതമായ നിരീശ്വരവാദികളുടെ രാജ്യങ്ങൾ. പക്ഷേ ലോകത്ത് ഒരു പോലീസിന്റെയോ ഒരു സൈന്യത്തിന്റെയോ ഒരു ഭടന്റെയോ ഒരു ബ്രൂട്ടാലിറ്റിയുടെയോ ആവശ്യമില്ലാത്ത വിധം ഒരു പോലീസ് പോലും ഇല്ലാതെ മുന്നോട്ട് പോയിരുന്ന നഗരങ്ങളുണ്ട്. ഇന്ത്യയിലും ഒരു നഗരമുണ്ടായിരുന്നു, തമിഴ്നാട്ടിലെ കായൽപട്ടണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. കാരണം കായൽപട്ടണം സൂഫികളുടെ പട്ടണമായിരുന്നു. ഒരു കാലത്ത് ബഗ്ദാദ് സൂഫികളുടെ പട്ടണമായിരുന്നു. രാഷ്ട്രീയ ഇസ്ലാം പിടിമുറുക്കിയപ്പോഴാണ് ബഗ്ദാദ് പട്ടാളത്തിന്റെ ബൂട്ടിന്റെ ചുവട്ടിലേക്ക് ഞെരിഞ്ഞമർന്നത്. തരീം, യമനിലെ തരീം പോലീസില്ലാത്ത നഗരമായിരുന്നു. ഏതൊക്കെ നഗരങ്ങളിലാണോ സൂഫി ഇസ്ലാമിന്റെ ആധിപത്യം ഉണ്ടായത്, ആ നഗരങ്ങളിൽ പോലീസ് ഉണ്ടായിരുന്നില്ല, പട്ടാളം ഉണ്ടായിരുന്നില്ല. മദീനയിൽ അതിന്റെ ഏറ്റവും സുമോഹനമായ ഉദാഹരണം. ഇതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പാരമ്പര്യം. ആ പാരമ്പര്യം എന്നും എവിടെയും ബാക്കിയുണ്ടാകണം. പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മകൾ സാമൂഹികമായി വ്യക്തികളെ നിയന്ത്രിക്കുന്ന സിസ്റ്റം ഉണ്ടാകണം. ഒരു കാര്യം കൂടി, ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് റാഗിങ്ങിന്റെ വാർത്ത വന്നപ്പോൾ നമ്മൾ പഴയ പല റാഗിങ് വാർത്തകളും ചാനലുകൾ പുറത്തിട്ടു. 24ന്റെ ഹാഷിം താജൊക്കെ കിടന്ന് വിലപിക്കുകയാണ് തഗ് ഡയലോഗുകളിലൂടെ. എന്തേ പരിഹാരമാകുന്നില്ല? ഒരു മാസം മുമ്പല്ലേ വൈത്തിരിയിലെ സിദ്ധാർത്ഥിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ചർച്ച ചെയ്തത്. നിയമത്തിന്റെ വഴിക്ക്, രാഷ്ട്രീയക്കാരുടെ വഴിക്ക്, ക്രിമിനൽസ് അവരെ വഴിക്ക്. പൊതുജനം ഇതാ കരയുന്നു, തേങ്ങുന്നു, വിലപിക്കുന്നു. പരിഹാരമുണ്ടാവുന്നില്ല. കാലടി മുതൽ തലമുടി വരെ കോമ്പസ് കൊണ്ട് കുത്തി പല്ലാക്കുല ചെയ്യുമ്പോഴും ഈ കുട്ടിയുടെ ആർത്തനാദവും ഈ കുട്ടിയുടെ പ്രാണവേദനാർത്ഥമുള്ള ആ വിലാപവും കേൾക്കവയ്യാതെ കൈകൊട്ടി ചിരിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സാഡിസ്റ്റുകളായിട്ടുള്ള ഒരു തലമുറ വളർന്നു വരുമ്പോ ഇരുമ്പുലക്ക പോലെയുള്ള നിയമം കൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളത് വ്യാമോഹം മാത്രമാണ്. പോലീസിംഗ് കൊണ്ടോ ഏറ്റവും ശക്തിമത്തായ ലീഗലൈസിംഗ് കൊണ്ടോ അവരെ നിയന്ത്രിക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം അതൊരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആയിക്കൂടാ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ. ഞങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ? ആധിപത്യമുള്ളവരുടെ ശരിയാണ് ലോകത്തിന്റെ ധാർമ്മികമായ ശരികളുടെ പാരാമീറ്റർ എന്ന് വിശ്വസിക്കുന്ന സ്വതന്ത്ര ചിന്തയിൽ ഈ റാഗിംഗ് അങ്ങനെ തെറ്റാകും. ഈ വിഷയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന് ചോദിക്കാനുള്ളത് അതാണ്. സ്വതന്ത്ര ചിന്തയുടെ അല്ലെങ്കിൽ ലിബറലിസത്തിന്റെ മോറൽ കൺസെപ്റ്റിലെ ഏത് പാരാമീറ്റർ, ഏത് മാനദണ്ഡം അനുസരിച്ചുകൊണ്ടാണ് റാഗിംഗ് തെറ്റാവുന്നത്? കാരണം ആധിപത്യമുള്ളവരുടെ ശരിയാണ് സമൂഹത്തിലെ ശരി എന്ന് വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് നാസ്തികത.
അപ്പൊ അവരെ നിയന്ത്രിക്കാൻ ആത്മീകമായിട്ടുള്ള വഴിയാണ് അവലംബം. ധാർമ്മികമായിട്ടുള്ള മരണഭയം, പരലോക ഭയം, അത് പ്രചരിപ്പിക്കാനാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിന്റെ വിദ്യാർത്ഥി പടയാണ് അത് ബാക്കിയാവേണ്ടത്. അതിന്റെ ശബ്ദം ബാക്കിയാവേണ്ടത് സാമൂഹിക ഭദ്രതയിൽ താല്പര്യമുള്ളവരുടെ കൂടെ ആവശ്യമാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ആദർശ സമ്മേളനം, കുന്നമംഗലം മേഖല ആദർശ സമ്മേളനത്തിന് എല്ലാ ആശംസകളും നേർന്നു. സർവശക്തനായ അല്ലാഹു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സത്താർ കയ്യും സംസാരിക്കാനുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.